ഹലോ, ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ അച്ചാറാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഇന്ന് കറിനാരങ്ങ അച്ചാറാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഈ അച്ചാറ് ഞാൻ ചെറുതായിരുന്ന സമയത്ത് കഴിച്ചിട്ടുള്ളതാണ്. ഞങ്ങളുടെ തറവാട്ട് വീട്ടിൽ ഉണ്ടായിരുന്ന ഒരു നാരകമായിരുന്നു ഇത്. അപ്പോൾ അന്ന് കഴിച്ച ഓർമ്മ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അതിനുശേഷം ആ നാരകമൊക്കെ മുറിച്ച് കളഞ്ഞു. പിന്നെ ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഇതാദ്യമായിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ നല്ല പഴുത്ത നാരങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എടുക്കുമ്പോൾ കറുനാരങ്ങ അച്ചാറിടാനായിട്ട് എടുക്കുമ്പോൾ ഇതുപോലെ പഴുത്ത് തോടൊക്കെ നല്ല മഞ്ഞ നിറമായ നാരങ്ങ തന്നെ എടുക്കണം. അപ്പോൾ കയ്പൊന്നുമില്ലാതെ നമുക്ക് അച്ചാറുണ്ടാക്കാനായിട്ട് പറ്റും. എനിക്കൊരു ഫ്രണ്ടാണ് ഈ നാരങ്ങ തന്നത് കേട്ടോ. തോടൊക്കെ ഇങ്ങനെ പൊളിച്ച് കളഞ്ഞെടുക്കുന്നതായിരിക്കും കൂടുതലും നല്ലത്, ചെത്തിക്കളയാതെ. അപ്പോൾ കയ്പ് കുറവായിരിക്കും. ഹലോ, വീഡിയോയുടെ ഇടയ്ക്ക് ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താനായി വന്നതാണ്. ആദ്യമേ തന്നെ പറയട്ടെ, ഇതൊരിക്കലും ഒരു പ്രൊമോഷൻ വീഡിയോയല്ല, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സംരംഭമാണ്. നിയൂസ് ഹോം മെയ്ഡ് ബാത്ത് സോപ്പാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ ഉപയോഗിച്ച് നല്ലതാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് ഇത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ക്യാരറ്റ്, ബീട്രൂട്ട്, അലോവേര ആൻഡ് നീം എന്നീ 3 വെറൈറ്റികളിൽ അഫോർഡബിൾ റേറ്റിൽ ഈ സോപ്പ് നമുക്ക് ലഭ്യമാണ്. ആവശ്യമുള്ളവർ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഓർഡർ ചെയ്യേണ്ടതാണ്. ഓക്കേ. നാരങ്ങ പൊളിച്ച് മാറ്റിവെച്ചതിന് ശേഷം അച്ചാറിടാനായിട്ടുള്ള വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ഒരു കൈ വെളുത്തുള്ളി തന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4-5 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു തണ്ട് കറിവേപ്പില, ഇത്രയുമാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം നാരങ്ങ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. നാരങ്ങ മുറിച്ചെടുക്കുന്ന സമയത്ത് തന്നെ ഇതിനകത്തുള്ള സീഡ്സൊക്കെ മാറ്റിയെടുക്കാവുന്നതാണ്. അത് ഈസി ആയിട്ട് നമുക്കെടുക്കാൻ പറ്റും. നമ്മൾ കഷ്ണങ്ങളാക്കുന്ന സമയത്ത് തന്നെ ഈ അരികളെല്ലാം പുറത്തേക്ക് വരും. നമുക്ക് ഈസി ആയിട്ട് കത്തി ഉപയോഗിച്ച് തന്നെ അതെടുത്ത് മാറ്റാവുന്നതാണ്. പൊതുവേ പറയാറുണ്ട് കറിനാരങ്ങ അച്ചാറിട്ടാൽ നല്ല കയ്പായിരിക്കുമെന്ന്. പക്ഷേ നമുക്ക് ഈ സീഡ്സൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം ഞാൻ ഈ അച്ചാറിടുന്ന രീതിയിലൊന്ന് ഇട്ട് നോക്കുക. ഒരു കയ്പും കാണില്ല. നല്ല ടേസ്റ്റി ആയിട്ട് അച്ചാറുണ്ടാക്കാനായിട്ട് നമുക്ക് പറ്റും. ഒരിക്കലും തൊലി ചെത്തിയിട്ട് അച്ചാറിടരുത്. തൊലി ഇങ്ങനെ അതിൻ്റെ തോട് പൊളിച്ച് കളഞ്ഞിട്ട് തന്നെ വേണം അച്ചാറിടാനായിട്ട്. പൊളിക്കാനൊന്നും ഒരു പ്രയാസമില്ല. അതിങ്ങനെ അതിൻ്റെ ചുവട് ഭാഗത്ത് ചെത്തിയതിന് ശേഷം നമുക്കിങ്ങനെ തൊലി വിരൽ കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് പൊളിച്ചെടുക്കാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല പഴുത്ത നാരങ്ങ മാത്രം അച്ചാറിനായിട്ട് എടുക്കുക. ഇപ്പോൾ ഞാൻ നാരങ്ങയൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി ചെറിയ കഷ്ണങ്ങളാക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. കറിക്ക് അച്ചാറിന് ആവശ്യമുള്ള ഉപ്പ് എത്രയാണോ അത് നമുക്ക് ഇതിലേക്ക് ചേർത്തങ്ങ് ഇളക്കി കൊടുക്കാം. കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. നല്ല പുളിയുള്ള നാരങ്ങയാണ്. ഇനി ഒരു പാൻ ഞാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. പാനിലെ വെള്ളമൊക്കെ വറ്റിക്കഴിയുമ്പോൾ അതിലേക്ക് നല്ലെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിൽ വെള്ളമൊന്നും ചേർക്കത്തില്ല. അത് കാരണം കുറച്ച് എണ്ണ അധികം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ സാധാരണയായി ഒരു അച്ചാറും ഇടുമ്പോൾ വെള്ളം ചേർക്കാറില്ല. എണ്ണയിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കാറുള്ളത്. 1 ടീസ്പൂൺ കടുക് എണ്ണ ചൂടായപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്. വെളുത്തുള്ളി ഒന്ന് ചെറുതായി വാടിക്കഴിയുമ്പോൾ അതിലേക്ക് ബാക്കിയുള്ളത് ഓരോന്നും നമുക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. ഈ അച്ചാറിന് കുറച്ച് എരിവൊക്കെ കൂടിയിരിക്കുന്നത് വളരെ നല്ലതാണ്. അതിനുശേഷം ഇഞ്ചിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു തണ്ട് കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ചെറിയ ബ്രൗൺ നിറമാകുന്നത് വരെ ഇളക്കാം. വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് വഴന്ന് തുടങ്ങുമ്പോൾ നമുക്ക് സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കാം.
ഇനി ഇതിൻ്റെ ചൂടൊന്ന് ആറിയതിന് ശേഷം മാത്രം പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടികൾ ഓരോന്നും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. 5 ടീസ്പൂൺ മുളക് പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കശ്മീരി നാടനും കൂടി മിക്സാണ്. അതിനുശേഷം ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടിയാണ്. ഒരു 1.5 ടീസ്പൂൺ കായപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടികളെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി ഇതിൻ്റെ പച്ച മണമൊക്കെ പച്ച ചുവയൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ്. ഉപ്പ് നമ്മൾ നേരത്തെ നാരങ്ങ കഷ്ണങ്ങളാക്കിയതിൽ ചേർത്ത് ഇളക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിനാഗിരി ചേർത്ത് ഒന്ന് തിളച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന നാരങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. നാരങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഒരു ചെറിയ തിള വരുമ്പോഴേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കറിനാരങ്ങ അച്ചാർ റെഡിയായിരിക്കുകയാണ്. ഒട്ടും കയ്പില്ലാതെ ഈ രീതിയിൽ അച്ചാർ ഉണ്ടാക്കാനായിട്ട് പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.